എന്റെ പൊന്നോമന, ഇഷ്ട പ്രാണേശ്വരി. എന്നെ കൊല്ലല്ലേ. ഞാൻ നീ വിളിച്ച പുറകെ ഇറങ്ങി വന്നോളാ. പിന്നെ എനിക്കതറിയില്ലേ? പുഷ്പക വിമാനമില്ലാതെ നിന്നെ തട്ടിക്കൊണ്ടുവന്ന ക്രൂരനായ രാവണനാ ഞാൻ. നീ മൈഥിലി. നിനക്കപ്പോഴും ആ ചെമ്പകമംഗലം എന്ന കോമ്പലത്തിലെ ആ രാമനോടായിരുന്നു പ്രിയം, മിസ്റ്റർ കാർത്തികിനോട്. ഇല്ലാത്തൊന്നും പറയല്ലേ വൈശാഖ. ഉള്ളതല്ലേ മൈ ഡിയർ പറയുന്നത്. എന്നെ ഉപദ്രവിക്കരുത്. ഒരിക്കലുമില്ല. പിന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാൻ പോകും. നീ ഇങ്ങനെ കിടന്ന് വേദനിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാടി. എല്ലാ വേദനകളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാനായിട്ട് പോവുക. ഒരു ദയാവതം. സത്യം കണ്ടില്ലേ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വാറ്റുചാരായോ അല്ല, നിന്നെ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന പെട്രോളാ. ഇത് നിന്നെ അഭിഷേകം ചെയ്തതിന് ശേഷം ഈ ലൈറ്റർ കൊണ്ട് നിന്നെ അഗ്നിശുദ്ധി വരുത്തണം. അതോടുകൂടി മൈഥിലി സ്വയംവരം കഥ തീരും. എന്തു പറയുന്നു മൈഥിലി? വേണ്ട, എന്നെ കൊല്ലല്ലേ വൈശാഖ, കൊല്ലല്ലേ. ഇതാണ് ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ തനിച്ചൊരു യാത്ര പോകുന്നു. ഇത്തവണ ഈ രാവണൻ കൂട്ടിനില്ലാന്ന് മാത്രം കരുതിയാ മതി. അറിയ എന്റെ കുഞ്ഞെവിടെ? മീനാക്ഷി, മീനാക്ഷി അത് പറയാൻ. മീനാക്ഷി ഞാൻ പറയാം. മീനാക്ഷി, എനിക്ക് ഒരു കയ്യബദ്ധം പറ്റി. അത് കുഞ്ഞിനെ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അതിപ്പോ എവിടെയാണെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ദ്രോഹി, നിന്നെ ഞാൻ. മീനാക്ഷി വേണ്ട, മീനാക്ഷി വേണ്ട, വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ മീനാക്ഷി. നമുക്ക് വഴിയുണ്ടാക്കാം മീനാക്ഷി. എവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഇപ്പൊ കിട്ടണം എന്റെ കുഞ്ഞിനെ. ഇല്ലെങ്കിൽ വേണ്ട, വേണ്ട മീനാക്ഷി, ഞാനിപ്പോ തന്നെ വിളിക്കാം, ഇപ്പൊ തന്നെ വിളിക്കാം. സുനി, സുനി, ഇത് ഞാനാ, വൈശാഖ്. എന്താ സാറേ, അവള് ചത്തോ? അതല്ല സുനി, എനിക്ക് ആ കുഞ്ഞിനെ വേണം. ഏത് കുഞ്ഞിനെ? ഞാൻ തന്ന കുഞ്ഞിനെ. അതൊന്നും ഇനി നടക്കില്ല സാറേ. ഒരു ഡീല് പറഞ്ഞാ അത് അതുപോലെ ആയിരിക്കണം. അതിനെ ഞാൻ വേറൊരാൾക്ക് നല്ല വിലക്ക് വിൽക്കാൻ ഏർപ്പാടാക്കുക. അയ്യോ സുനി, അങ്ങനെ പറയല്ലേ. നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. നീ പറയുന്ന തുക. കുട്ടിയെ തിരികെ താ. ശരി ശരി, അങ്ങനെയെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ തിരികെ തന്നേക്കാം. പോരെ, കുട്ടിയെ ഇപ്പൊ തിരികെ തരും. കുഞ്ഞിനെ കൊണ്ട് അവരിപ്പോ വരും. മീനാക്ഷി, ഇനിയെങ്കിലും എന്നെ വിട്ടൂടെ? നിന്നെ ഞാൻ വിടാം. അതിനു മുൻപ് എന്താ? ആ മൊബൈൽ തരാൻ. ഇനി അതിലൊരു മാറ്റവും പാടില്ല. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തതുകൊണ്ടാ ഞാൻ ആ മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചത്. എനിക്കെന്റെ കുഞ്ഞിനെ വേണം.
കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. നോക്കടി. നിന്റെ നരമ്പുകളിൽ നിന്നും ചോരത്തുള്ളികളും മീനാക്ഷിയുടെ കാൽ കീഴിലെ ഐസ് കട്ടയിൽ നിന്നും വെള്ളത്തുള്ളികളും ഒലിച്ചു തീരുമ്പോ രണ്ടാത്മാക്കൾ ചിറകടിച്ച് ഈ വീടിന്റെ മേൽക്കൂര കടന്ന് കഴുകന്മാരെ പോലെ പറന്ന് പറന്ന് പറന്നു പോവും. രണ്ട് പെൺ കഴുകന്മാർ.